സാപ്പിയൻസ് മനുഷ്യരാശിയെക്കുറിച്ചുള്ള ഒരു ലഘുചരിത്രം. ജൈവകരങ്ങൾക്കുള്ള അപൂർണമായ പകരക്കാരാണ് അജൈവകരങ്ങളെങ്കിലും ഇനിയും അനന്തമായ വികസന സാധ്യതകൾ അതിനുണ്ട്. ഉദാഹരണമായി, അജൈവകരങ്ങളെ ജൈവകരങ്ങളെക്കാൾ കരുത്തുള്ളതായി പരിഷ്കരിക്കാനാകും. ഒരു ഗുസ്തി ചാമ്പ്യൻ തോറ്റുപോകുന്ന കരുത്ത് അതിന് ലഭ്യമാക്കാം. മാത്രമല്ല, കൂടുതൽ മികച്ച മാതൃകകളാൽ പകരം വെക്കാൻ കഴിയും. ശരീരത്തിൽ നിന്ന് നീക്കിയും അവരെ ആവശ്യാനുസരണം പ്രവർത്തിപ്പിക്കാൻ കഴിയും. നോർത്ത് കരോളിനയിലെ ഡ്യൂക്ക് സർവകലാശാലയിലെ ശാസ്ത്രജ്ഞർ ഈയിടെ കുരങ്ങുകളുടെ തലച്ചോറിൽ ഇലക്ട്രോഡുകൾ സ്ഥാപിച്ച് പ്രവർത്തിപ്പിച്ചത് തെളിയിക്കുകയുണ്ടായി. ഇലക്ട്രോഡുകൾ തലച്ചോറിൽ നിന്ന് സൂചനകൾ സ്വീകരിച്ച് പുറമേയുള്ള ഉപകരണങ്ങൾക്ക് കൈമാറുകയാണ് ചെയ്യുന്നത്. ചിന്തകളിലൂടെ പുറമേയുള്ള ഉപകരണങ്ങളെ പ്രവർത്തിപ്പിക്കുന്നതിൽ പരിശീലനം ലഭിച്ചവയായിരുന്നു ആ കുരങ്ങുകൾ. അതിൽ ഔറോറ എന്ന കുരങ്ങ് സ്വന്തമായ 2 കൈകൾ പ്രവർത്തിപ്പിക്കുന്നതിനൊപ്പം ദേഹത്തിന് വെളിയിലുള്ള ഒരു അജൈവ കരം കൂടി പ്രവർത്തിപ്പിക്കാൻ ശീലിച്ചു. ചില ഹൈന്ദവ ദേവതകളെപ്പോലെ 3 കൈകളുള്ള ഔറോറയുടെ കരങ്ങൾ മുറിയിൽ എവിടെയുമാകാം. വ്യത്യസ്ത മുറികളിൽ അല്ലെങ്കിൽ നഗരങ്ങളിലാകാം. നോർത്ത് കരോളിന ഗ്രാമത്തിലെ പരീക്ഷണശാലയിൽ ഇരുന്നു കൊണ്ട് ഒരു കരം ഉപയോഗിച്ച് സ്വന്തം മുതുക് ചൊറിയാം, മറ്റൊരു കരം ഉപയോഗിച്ച് തല ചൊറിയാം. ഇതിനൊപ്പം ന്യൂയോർക്കിൽ ഒരു വാഴപ്പഴം മോഷ്ടിക്കുകയുമാവാം. അത് തിന്നാനാവുക എന്നത് ഇപ്പോഴും